ആത്മാ നമസ്തേ. ഗുഡ് ഈവനിങ്. ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ടു ദ സുപ്രീം ഗോഡ്, ഡിവൈൻ ഫാദർ, ഡിവൈൻ മദർ, our beloved most respected teacher Guru Grandmaster Chua Koksui, Lord Mahaguruji Meli, all the holy gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers, my higher soul, my divine self, thank you for your priceless blessings. Thank you. Deepest gratitude, respect, love. സോൾ റിയലൈസേഷൻ എന്ന് പറയും. അതേപോലെ മെഡിറ്റേഷൻ ഫോർ സോൾ റിയലൈസേഷൻ എന്നും കൂടെ ഈ കോഴ്സിന് പറയും. സോൾ റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ്. ചില ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ക്ലാസ് ഒന്ന് ലേറ്റ് ആയത്. ഓക്കെ, സോ എന്താണ് ഈ കോഴ്സിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഗുരു മാസ്റ്റർ ചൊവ്വ കോക്സിയുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് സ്കൂളിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ എന്ത് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നു അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത്. സോ ശരീരത്തിൽ പ്രാണൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രാണ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ, ഏത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കും ബോധ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് പ്രാണിക് ഹീലിംഗിന്റെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ക്ലാസ്സിൽ തന്നെ പ്രാണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ സോളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത. ആ രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരമായിട്ടാണ്. ഞാൻ ഇതാ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്നെ കാണിച്ചു കൊടുക്കുന്ന എന്റെ ശരീരമായിട്ടാണ്. എല്ലാവരും അങ്ങനെയാണ്. അതാ നിങ്ങളെല്ലാവരും ഞാൻ ഗാലറി വ്യൂവിൽ കാണുന്നു പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശരീരമായിട്ടാണ്. സോ നമ്മൾ സ്പിരിച്വൽ ടീച്ചിങ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ശരീരമല്ല, നമ്മൾ മനസ്സല്ല, അല്ലെങ്കിൽ നമ്മൾ വികാരങ്ങളോ ചിന്തകളോ ഒന്നുമല്ല, നമ്മൾ ആത്മാവാണെന്നും ഈ ശരീരവും മനസ്സും അല്ലെങ്കിൽ ഈ ശരീരമൊക്കെ നശിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ആത്മാവ് അനശ്വരനാണ്, നശിക്കാത്തതാണ്. ഗീതയിൽ പറയും ഒരു വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം മാറി വേറൊരു പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ എടുക്കുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോഴും നമ്മളെ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ ശരീരമായിട്ടാണ്. ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അസ്തിത്വം, നമ്മളൊരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ഒരു സമയം നമ്മളൊരു എക്സിസ്റ്റൻസ് ആയിട്ട് പറയുന്നു. ഈ ബർത്തും ഡെത്തും എന്നൊക്കെ പറയുന്നത് എന്താണ്? ബർത്തും ഡെത്തും എന്നെല്ലാം പറയുന്നത് എല്ലാ മതപാരമ്പര്യങ്ങളുടെയും വിശ്വാസപ്രകാരം അത് ഈ ശരീരത്തിന്റെ ജനനവും ശരീരത്തിന്റെ മരണവുമാണ്. ആത്മാവ് അനശ്വരനാണെന്നുള്ളത് എല്ലാ മതപാരമ്പര്യങ്ങളും പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അനശ്വരനായിട്ടുള്ള ആത്മാവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ നമ്മളെ ആത്മാവായിട്ട് തന്നെ നമ്മളെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കോഴ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത്.
എന്താണ് നമ്മൾ ആത്മാവായിട്ട് നമ്മൾ റിയലൈസ് ചെയ്താലുള്ള ഗുണഫലങ്ങൾ, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നോക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ശരീരമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ശരീരമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും. ഉദാഹരണത്തിന്, സാധാരണഗതിയിൽ ആൾക്കാർ അലട്ടുന്ന പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. ആരോഗ്യ പ്രശ്നത്തിന് കാരണം ശരീരം തന്നെയാണ്. ശരീരം ഉണ്ടെങ്കിലേ രോഗമുള്ളൂ, അല്ലെങ്കിൽ ശരീരത്തിന്റെ സൗഖ്യം എന്ന് പറയുന്നത് ശരീരമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സമാധാനമില്ലായ്മ, ശാന്തിയില്ലായ്മ, ഇതെന്തിനു വേണ്ടിയാണ്? ഇത് പലപ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെ വന്നതാ? നമുക്ക് ഈ ശരീരം വഴി, നമ്മളെ ഈ ജനനം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവിടെ ഈ കണക്ട് ചെയ്തിരിക്കുന്നത് ശരീരമാണ്, അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇനി സാമ്പത്തിക പ്രയാസമാണെങ്കിലോ, അത് എന്തിനു വേണ്ടിയുള്ളതാണ്? അത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയാണ്. നമ്മൾ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ പൈസേന്റെ ആവശ്യമൊന്നുമില്ല. ശരീരം നിലനിർത്തണമെങ്കിൽ ശരീരത്തിന് ഫുഡ് കൊടുക്കണം, ശരീരത്തിന് വസ്ത്രം വേണം, അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളും സംഗതികളൊക്കെ വേണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളും, ഇങ്ങനെ എന്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു സഫറിങ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ ഈ നശ്വരമായിട്ടുള്ള, അല്ലെങ്കിൽ നിത്യത ഇല്ലാത്ത, അല്ലെങ്കിൽ അനശ്വരമല്ലാത്ത, അല്ലെങ്കിൽ നശ്വരമായിട്ടുള്ള, നശിച്ചു പോകുന്ന ഒരു ശരീരത്തെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സഫറിങ്സ് എല്ലാം ഉണ്ടാവുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക, നമ്മൾ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. അതേ സമയത്ത് നമുക്ക് പൂർണ്ണ ബോധ്യം വരികയാണ്. ഈ പൂർണ്ണ ബോധ്യം വേണ്ട, ഒരു ചെറിയ അളവിലെങ്കിലും ഒരു ബോധ്യം വരികയാണ്, നമ്മൾ ഈ ശരീരമല്ല. ഈ ശരീരം എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പറയും, യുവർ ബോഡി ഈസ് ദ വെഹിക്കിൾ ഓഫ് ദ സോൾ. നിങ്ങൾ ആത്മാവിന്റെ ഒരു വാഹനമാണ്. ഈ ഭൗതിക ലോകത്ത് ആത്മാവ് വന്നിരിക്കുന്നത് പല ഭൗതികമായിട്ടുള്ള അനുഭവങ്ങളും ആർജിച്ച് വളരാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള അനുഭവങ്ങൾ ഭൗതിക ലോകത്ത് നിന്ന് ആർജിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന് ഒരു ഭൗതികമായ വാഹനത്തിന്റെ ആവശ്യമുണ്ട്. ആ വാഹനം മാത്രമാണ് നമ്മുടെ ശരീരം. അപ്പൊ ആ അനുഭവങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം ഉപേക്ഷിക്കും. എന്നിട്ടോ ആത്മാവിന്റെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ശരീരമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ സഫറിങ്സ് ഒക്കെ. അതേസമയത്ത് നമ്മൾ കാണണം, നമ്മൾ ആത്മാവാണെന്ന് കാണുമ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഭൗതിക ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ഭൗതിക ജനനത്തിൽ ആരംഭിച്ച് ഒരു ഭൗതിക മരണത്തിൽ അവസാനിക്കുന്നതല്ല നമ്മളുടെ നിലനിൽപ്പ്, അല്ലെ നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുന്ന അവിടെയല്ല. നമ്മൾ ആത്മാവാണ്, നമ്മുടെ ട്രൂ നേച്ചർ എന്താണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ എക്സ്റ്റെൻഡഡ് ആണ്. ഒരുപാട് ദൈർഘ്യമുള്ളതാണ് നമ്മുടെ ലൈഫ്. അപ്പൊ അതിലെ ഓരോ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈഫിലെ ഓരോ ദിവസങ്ങൾ പോലെയാണ്. ഒരാത്മാവിന്റെ ലൈഫിലെ ഓരോ ജന്മങ്ങൾ വേണേ നമുക്ക് അങ്ങനെ പറയാം. ആത്മാവിന്റെ ലൈഫിലെ ഓരോ ജന്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫിലെ ഓരോ ദിവസങ്ങൾ പോലെയാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മളെ പഴയകാല ജീവിതത്തിൽ ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചില ദിവസങ്ങൾ നമുക്ക്, ഈ അടുത്ത കാലത്തുള്ള ചില ദിവസങ്ങൾ നമുക്ക് നല്ലതല്ല, അത്ര കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും ബുദ്ധിമുട്ടിയ ഒരു കാലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുമോ, ഇതല്ല ഇതിലപ്പുറം നമ്മൾ അതിജീവിച്ച് വന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ റിയലൈസ്ഡ് ആവും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ റിയലൈസ്ഡ് ആവാൻ പറ്റുന്നത്? നമ്മുടെ ലൈഫ് ഈ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. നോക്കൂ, ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ ലൈഫ് അവസാനിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ, ഇന്ന് പല ഇഷ്യൂസും ഇന്ന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും നമ്മൾ വറീഡല്ല. കാരണം എന്താ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളത് സോൾവ് ചെയ്യും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പലതും നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം എന്താ? ഇന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ നേടും അത്, അല്ലെങ്കിൽ മറ്റന്നാൾ നേടും, അല്ലെങ്കിൽ ഇനി ജൂണിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജൂലൈയിൽ നേടും. കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ ലൈഫ് ഇനിയും എത്രയോ മുന്നോട്ട് ഇനിയും ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സാധ്യതകൾ ഉണ്ടെന്നുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആത്മാവാണ് എന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു ലൈഫിലുള്ള, ഒരു ജീവിതത്തിലുള്ള, ഒരു ജന്മത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഇതേപോലെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാൻ സാധിക്കും. ഒരു ലൈഫിൽ ഒരു പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നോളണമെന്നില്ല. ചില കാര്യങ്ങളൊന്നും അത്ര കംഫർട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. പല ആസ്പെക്റ്റിലാവാം, നമ്മുടെ ഫാമിലി ലൈഫിലാവാം, ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലാവാം, പ്രൊഫഷണൽ ആസ്പെക്റ്റിലാവാം, സോഷ്യൽ ആസ്പെക്റ്റിലാവാം, പല കാര്യത്തിലും.
ഇപ്പൊ നമ്മൾ ഈ ഞാൻ ആത്മാവാണ് എന്നുള്ളൊരു ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാൻ പറ്റുമോ ഇത് എത്രയോ എത്രയോ ദിവസങ്ങൾ, ഒരു ദിവസം മാത്രം, ഇന്നൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് കരുതി എന്താ പ്രശ്നം? ഞാൻ എത്രയോ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും വൃത്തിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിച്ചില്ല, ഓക്കെ. ഇന്ന് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കാറിലാണ് വരുന്നത്, ഇന്ന് എനിക്ക് കാർ എടുക്കാൻ സാധിച്ചില്ല, ഞാൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് വന്നത്. ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ മുന്നിലേക്കും പിന്നിലേക്കും നമുക്ക് അറിയാൻ സാധിക്കുമ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഡേയിൽ ഒരു സഫറിങ്സ് ഒന്നും തന്നെ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കില്ല. കാരണം നമുക്കറിയാൻ പറ്റും, നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ സോൾ ആണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ, ഞാൻ ആത്മാവാണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എൻ്റെ ജന്മം എന്ന് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ലൈഫിൽ തുടങ്ങി ഈ ഒരു ഫിസിക്കൽ ലൈഫിൽ അവസാനിക്കുന്നതല്ല, അത് എത്രയോ എക്സ്റ്റെൻഡഡ് ആണ്, എത്രയോ എക്സ്റ്റെൻഡഡ് ആണ്. ഇപ്പൊ നമുക്ക് ചില ദിവസം ഉണ്ടാവാം, നമുക്ക് എല്ലാ ദിവസങ്ങളും നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. ചില ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് കരുതി നമ്മൾ ആരും വറീഡല്ല. കാരണം എന്താ, ഇവര് കാലാകാലവും നമ്മളെ കൂടെയുള്ള ആൾക്കാരല്ല. ചില ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ നമ്മളോട് മോശമായിട്ട് പെരുമാറി, അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു പറഞ്ഞാൽ ഓക്കെ, ലീവ് ഇറ്റ്, ഇന്നൊരു ദിവസം അവരെ കാണുന്നുള്ളൂ, നാളെ മുതൽ അങ്ങനെയല്ലല്ലോ എന്ന് നമ്മൾ കരുതും. ഇതേപോലെ തന്നെയാണ് ഈ ലൈഫിലും. നിങ്ങൾ ആത്മാവാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോൾ ഈ ലൈഫിൽ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത്, നമ്മളായിട്ട് കണ്ടുമുട്ടി, നമ്മളെ കൂടെ ജീവിക്കുന്ന പല ആൾക്കാരും നമുക്ക് പല നല്ലതും മോശമായിട്ടൊക്കെ ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴും, നല്ല അനുഭവങ്ങളാണ് നമുക്കറിയാൻ പറ്റും, ഇത് പെർമനന്റ് ഒന്നുമല്ല, ഇതിന്റെ മുന്നിലുള്ള ലൈഫിൽ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്ന സമയത്ത് എന്താ വരാനിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ ആത്മാവാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ എന്ത് വലിയ സന്തോഷമോ വലിയ വലിയ നേട്ടങ്ങൾ വന്നാലും അയാൾ അതിൽ കണ്ടമാനം സന്തോഷിക്കുകയും അതിന്റെ പുറകെ പോവുകയും ചെയ്യില്ല. അതേപോലെ വലിയ ദുഃഖവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ അളവിൽ ബാധിക്കുകയില്ല. അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇതൊക്കെ താൽക്കാലികമാണ്. സന്തോഷമായാലും താൽക്കാലികമാണ്, അതേപോലെ തന്നെ ദുഃഖമായാലും താൽക്കാലികമാണ്, വിജയമായാലും താൽക്കാലികമാണ്, പരാജയമായാലും താൽക്കാലികമാണ്. ഞാൻ എത്രയോ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ പലപ്പോഴും പറയും, പല പല ആൾക്കാരും നല്ലതായ സാഹചര്യങ്ങളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ പലപ്പോഴും വളർന്നത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പലപ്പോഴും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴായിരിക്കും നമുക്ക് വലിയ അളവിൽ വളരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന് അറിയുമ്പോൾ ഈ കാര്യത്തെ അറിയുന്നവൻ എന്താ വിചാരിക്കുക അറിയാം, ഓക്കെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുക എന്നറിയാൻ പറ്റും. ഇനി ഈ ഞാൻ സോളാണ്, ഞാൻ ആത്മാവാണെന്നുള്ള ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇതൊക്കെ ഞാൻ ചെയ്ത എന്തോ നല്ല കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് മാത്രം, ഇവിടെ ഞാൻ എന്ത് നേടുന്നു എന്നുള്ളൊരു ചിന്തയിലുണ്ടാവും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയാളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളോ സുഖ സൗകര്യങ്ങളിലോ ഒന്നും മയങ്ങാതെ അല്ലെങ്കിൽ അതിലൊന്നും ഭ്രമിക്കാതെ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട, അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. കാര്യം എന്താ, സോൾ റിയലിസ്ഡ് ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം എന്തെല്ലാം പറഞ്ഞാലും പല പല നഴ്സറിങ് സെഷനിൽ ചില ആൾക്കാർ പറയും, എങ്ങനെ നമുക്ക് ഈ ശരീരത്തിൽ നിന്നും വേറിട്ടിട്ട് ഈ ശരീരമല്ല ഞാൻ എങ്ങനെ പറയാൻ പറ്റും? കാരണം അത്ര കണ്ട് നമ്മുടെ ഓരോ സെല്ലിലേക്ക് ഈ സോൾ എനർജി ആഴ്ന്നിറങ്ങിയിട്ട് ശരീരവും ആത്മാവും വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ അത് പ്രവർത്തിക്കും. അപ്പൊ ഒന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ശരീരമല്ലാതെ ഞാൻ ആത്മാവാണ്, ഞാൻ ഇതെന്റെ ശരീരം മാത്രമാണെന്നൊക്കെ എങ്ങനെയാണ് വേർതിരിച്ച് കാണാൻ പറ്റുക, എങ്ങനെ റിയലൈസ് ആവാൻ സാധിക്കുക? ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം. ഈവൻ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി നിർത്തിയത് ഉയർന്ന ആത്മീയ വികാസം പ്രാപിച്ച ആളുകളെ ആണ്. നമ്മൾ അവരെ അപേക്ഷിച്ചാണ് നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞു. അതേസമയത്ത് പല ആളുകളും ആത്മീയമായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴും അവരും ജീവിതത്തിൽ നല്ലൊരു ശതമാനം അവർ പ്രകടമാവുന്നത് ശരീരമായിട്ട് തന്നെയാണ്, ആത്മാവായിട്ട് തന്നെ പ്രകടമായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ആത്മാവ് ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വേറിട്ടിട്ട് ആത്മാവ് ആണ് ഞാൻ, ശരീരമല്ല എന്ന് വേറിട്ടിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ
ഈ ആത്മീയ ബോധത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു പക്ഷേ പുറത്ത് കാണുന്ന സ്പിരിച്വാലിറ്റി പറയുന്നത് ചില മതചിഹ്നങ്ങൾ ധരിച്ച് നടക്കുക, ചില മതപരിശീലനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, ചില ആരാധനാക്രമങ്ങൾ ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അതേസമയത്ത് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത് ഞാൻ ഈ ശരീരമല്ല, ഞാൻ അനശ്വരനായിട്ടുള്ള ആത്മാവാണെന്നും ഈ ഇന്ന് ഈ കാണുന്ന എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ശരീരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഞാൻ അതിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള, ശരീരത്തിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ആത്മീയത പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പല ആൾക്കാരെയും അവരൊരു സ്പിരിച്വൽ ലൈഫ് നയിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർ ചില ചില പരിവേഷങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരും ചില പ്രത്യേക ആരാധനാക്രമങ്ങളുള്ളവരും അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക വിശ്വാസങ്ങൾ കൂട്ടിപ്പിടിക്കുന്നവരൊക്കെ ആയിരിക്കുക. പക്ഷെ അവരിൽ എത്ര പേര് അവരിൽ എത്ര പേര് ഞാൻ ആത്മാവാണോ, ഞാൻ അനശ്വരനായിട്ടുള്ള ആത്മാവാണോ? ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മളുള്ള ഈശ്വരാംശമാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ഈശ്വരാംശമാണ്. അതേപോലെ എല്ലാവരും ആത്മാവാണ്. അപ്പൊ ആ നിലയ്ക്ക് മറ്റുള്ള ആളുകളും ഈശ്വരാംശമാണ്. അങ്ങനെ കണ്ടുകൊണ്ട് അവനവനിലുള്ള ഈശ്വരാംശത്തെയും മറ്റുള്ള ആളുകളിൽ ഉള്ള ഈശ്വരാംശത്തെയും കണ്ടുകൊണ്ട് എത്ര നമ്മൾ ആത്മീയ പരിശീലകരെന്ന് പറയുന്ന ആളുകൾ പോലും അങ്ങനെ എത്ര ആൾക്കാരെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ വളരെ ദുർലഭമായിരിക്കും എല്ലാവരെയും ഒരു ഈശ്വരാംശമായിട്ട് കാണാൻ പറ്റുന്ന ആളുകൾ. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് മുഴുവനും ഈ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മതപാരമ്പര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ ഏതെങ്കിലും ഒരു 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 പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളായിട്ട് ഒരു 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 സ്കൂളായിട്ട് കണക്ട് ആയിട്ടാണ് ഈ സ്പിരിച്വാലിറ്റി എല്ലാം ഉള്ളത്. അതിനപ്പുറത്തേക്ക് മതങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഒരു ആത്മീയത ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈശ്വരാംശമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മതപാരമ്പര്യത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരു മതപാരമ്പര്യത്തിലുള്ള ഒരാളെ കാണേണ്ടതും ഈശ്വരാംശമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് ഇന്ന് വലിയ ഭീഷണിയായിട്ടിരിക്കുന്ന ഈ മത തീവ്രവാദമോ അല്ലെങ്കിൽ മതസ്പർദ്ധയോ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി, ആത്മീയ ബോധം എന്നുള്ളത് ഈവൻ ആത്മീയ പരിശീലകർ എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ പോലും നമുക്ക് ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മൾ ആ ആത്മീയത അല്ലെങ്കിൽ നമ്മൾ ആത്മാവാണെന്നുള്ള ബോധ്യത്തെ നമുക്ക് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി അത് പറയുന്നത്, അല്ലാതെ ആരെയും തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗുരു മാസ്റ്റർ ചോവാക്കോക്സിയുടെ അച്ചീവിങ് വൺനെസ് വിത്ത് ദ ഹയർ സോൾ അല്ലെങ്കിൽ സോൾ റിയലൈസേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ ഏതൊരു സാധാരണക്കാരനും അവന് ശരിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ സാധിക്കും. ലളിതമായ ചില പരിശീലനങ്ങളുടെ ഞാൻ ഈ ശരീരമല്ലാന്നും ഈ ശരീരത്തില് എന്താ പറയാ ഈ ശരീരം ഉപയോഗിക്കുന്ന ആത്മാവാണ് ഞാനെന്നും ഏതൊരു സാധാരണക്കാരനും ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള പരിശീലനങ്ങൾ ഈ ക്ലാസിന്റെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മളെ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളെ ബോഡിയോട് കൂടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സന്ദർശിക്കുന്നത്? ഈ ബോഡിയോട് കൂടിയാണ് സന്ദർശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവുന്നോ അവിടെയൊക്കെ നമ്മുടെ ബോഡിയുടെ സാന്നിധ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നോ ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നിടത്തൊക്കെ നമ്മുടെ ബോഡിയുടെ സാന്നിധ്യം. അപ്പൊ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സാന്നിധ്യമായിട്ട് ഇരിക്കുന്ന ഈ ശരീരം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാ നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അല്ലെങ്കിൽ ശരീരമല്ലാത്ത ഒരു അസ്തിത്വത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്. യഥാർത്ഥത്തില് ഈ അനുഭവിക്കുന്നതൊക്കെ ആത്മാവാണ്. പക്ഷെ ഈ ശരീരത്തിലൂടെയാണ് ആത്മാവ് ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ ആത്മാവിന് ഒരു ഭൗതിക ശരീരം വേണം. വൈകാരിക ലോകത്തുള്ള അനുഭവങ്ങൾ ആർജിക്കാൻ ആത്മാവിന് ഒരു വൈകാരിക ശരീരം വേണം. മാനസിക ലോകത്തുള്ള കാര്യങ്ങളെ അനുഭവിക്കാൻ ആത്മാവിന് ഒരു മാനസിക ശരീരം വേണം. അപ്പൊ ഇങ്ങനെയാണ് ഈ ആത്മാവിന്റെ സ്ഥൂലവും സൂക്ഷ്മങ്ങളുമായിട്ടുള്ള ശരീരങ്ങളും സ്ഥൂല ശരീരങ്ങളും സൂക്ഷ്മ ശരീരങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ആത്മാവ് ഈ ഭൗതിക ലോകത്തെ അനുഭവങ്ങളും സൂക്ഷ്മ ലോകത്തെ അനുഭവങ്ങളൊക്കെ ആർജിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ ഉള്ളപ്പോഴൊക്കെ നമുക്ക് അവിടെ നമ്മുടെ ഒരു സാന്നിധ്യം ശരീരമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻസിലൂടെ ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻസിലൂടെ
ഏതൊരു സാധാരണക്കാരനും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അറിയും ഈ അനുഭവിക്കുന്നത് എൻ്റെ ശരീരമല്ല, ഈ അനുഭവിക്കുന്നത് ഞാനായിരിക്കുന്ന ബോധചൈതന്യായിരിക്കുന്ന ഈശ്വരാംശമായിട്ടിരിക്കുന്ന ആത്മാവാണ്. അങ്ങനെ മെഡിറ്റേഷനിലൂടെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിലൂടെ ഏതൊരാൾക്കും ഈ ഞാൻ ആത്മാവാണ് എന്ന് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ധ്യാനമുറകളാണ് ഈ അച്ചീവ് വൺനെസ് വിത്ത് ദ ഹയർ സോൾ എന്നുള്ള കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ കോഴ്സിന്റെ പ്രത്യേകത പറയുന്നത് അതിനിഗൂഢമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങൾ ഗുരു മാസ്റ്റർ ചുവാക്കോക്സിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ലളിതവൽക്കരിച്ച് നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഈ ആത്മീയ ബോധത്തെക്കുറിച്ചും ആത്മാവിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ ഗുരുവിന്റെ ഈ പഠനങ്ങൾ നമുക്ക് ലളിതമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാനസിക തലത്തിൽ നമുക്ക് ആത്മാവ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഒരു ഒരു എന്താ പറയാ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയും ഞാൻ മാത്രമല്ല മറ്റുള്ള എല്ലാവരിലും ഈ ആത്മീയ ചൈതന്യമാണുള്ളതെന്നും മറ്റുള്ള എല്ലാവരും ഈശ്വരാംശമാണെന്നും അറിയുന്ന സമയത്ത് നമുക്ക് വലിയ അളവിൽ ഒരു ഏകത്വം അല്ലെങ്കിൽ ഒരു വൺനെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ വൺനെസ് എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളോളം പല ട്രഡീഷണൽ പരിശീലനങ്ങളുടെയും എത്രയോ കാലങ്ങളോളം ശുദ്ധീകരണ പരിശീലനങ്ങളും മറ്റു ധ്യാനമുറകളും അഭ്യസിച്ച് ഒരു യോഗി എത്തിച്ചേരുന്ന ആ ഒരു വൺനെസിന്റെ സ്റ്റേജിലാണ് വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇതേപോലെ ഒരു ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിലൂടെ അതുകൂടാതെ ലളിതമായിട്ടുള്ള ചില പരിശീലനങ്ങളിലൂടെ നമ്മൾ ശരീരമല്ല ഞാനെന്ന് ബോധ്യപ്പെടുന്ന ചില പരിശീലനങ്ങളിലൂടെ ഇങ്ങനെ ഒരു 3-4 രീതികൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സമന്വയത്തിലൂടെ ഒരു സാധാരണക്കാരന് വലിയ അളവിൽ സോൾ റിയലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥ ആർജിച്ചെടുക്കാൻ വേണ്ടി ഈ കോഴ്സിലൂടെ സാധിക്കും. അങ്ങനെ ആർജിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇന്ന് ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഈ ഒരു ബോധത്തിലൂടെ നമ്മൾ എന്താ പറയാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് സാധിക്കുന്ന പരിശീലനങ്ങളാണ് ഈ കോഴ്സിലുള്ളത്. ഞാൻ അതിൽ 3ാമത്തെ പാർട്ട് പറഞ്ഞു, അതായത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് മെഡിറ്റേഷനിലൂടെ അല്ലാതെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് പറഞ്ഞു. ഇതുകൂടാതെ ഈ എല്ലാ രീതിയിലും സമഗ്രമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സോൾ റിയലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും എല്ലാ ചരാചരങ്ങളിലും ഈ ഈ ദിവ്യത്വം അല്ലെങ്കിൽ ഈ ഈശ്വരാംശം എല്ലാ ചരാചരങ്ങളിലും ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹയർ സ്റ്റേജ് ഓഫ് റിയലൈസേഷനിൽ ഈ പരിശീലകൻ തിരിച്ചറിയാണ് ഞാൻ ഒന്നിൽ നിന്നും വേറിട്ടിരിക്കുന്ന അവസ്ഥയിലല്ല. എല്ലാം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഡിവിനിറ്റി ആണെങ്കിൽ ഞാൻ മുന്നിൽ കാണുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും നമുക്ക് ജീവനുള്ളത് ജീവനില്ലാത്തത് പറഞ്ഞാൽ നമ്മൾ ചലിക്കുന്നത് വളരുന്നതും എന്നൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. അതർവൈസ് എല്ലാ കിങ്ഡത്തിലും ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മിനറൽ കിങ്ഡത്തിലും എന്താ പറയാ വെജിറ്റബിൾ കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ, ഇവിടെയൊക്കെ ലൈഫ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ചലിക്കാത്ത വസ്തുക്കളിലാണെങ്കിൽ നമുക്ക് ലൈഫ് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെയൊക്കെ കാണുന്നത് എന്റെ പ്രതിഫലനം തന്നെയാണ് എന്ന് അറിയുമ്പോൾ ഒരാള് എന്നിലും എന്നിൽ കാണുന്ന ആ ഈശ്വരാംശം തന്നെയാണ് ഞാൻ ചുറ്റിലും കാണുന്നത്, അല്ലെങ്കിൽ ഞാനല്ലാതെ മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഈശ്വരാംശം അല്ലാതെ വേറെയൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അയാൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സും ഈ പുസ്തകത്തിലെ പാഠ്യ പദ്ധതി അല്ലെങ്കിൽ പഠനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും ആ പുസ്തകം വായിക്കുകയും പഠിക്കുകയും അതിന്റെ കൂടെയുള്ള പരിശീലനങ്ങളൊക്കെ പരിശീലിക്കുകയും ചെയ്യുന്നത് വഴി വളരെ വേഗത്തിൽ ഒരാൾക്ക് ഈ സോൾ റിയലൈസേഷൻ എന്നുള്ള തലം മാത്രമല്ല, അതിൽ നിന്നും അതിന്റെ എത്രയോ ഉയർന്ന തലമായിട്ടുള്ള ഗോഡ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന മറ്റു കാര്യങ്ങൾ? ഒന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ ബോധ്യപ്പെടും. ഇനി ഇത് നമ്മൾ ബോധ്യപ്പെടണം. കാരണം നോക്കൂ നിങ്ങൾ, ഇതിപ്പോ ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാർക്ക് ഒരു 90% ആൾക്കാർക്കും അറിയാം, അല്ലെങ്കിൽ കേട്ടിട്ടും ഒക്കെ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ ആത്മാവാണോ, നമ്മൾ ശരീരമല്ല എന്നുള്ളത്. പക്ഷെ ഈ ശരീരമായിട്ട് തന്നെ നമ്മൾ പെരുമാറുന്നത് നമ്മൾ എന്താണോ
അതല്ലാതെ വേറെ എന്തോ ആയിട്ടാണ് നമ്മൾ ഇപ്പോഴൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ഈ ലൈഫിലെങ്കിലും വേണം, നിർബന്ധമാണ്. അത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ വേണം. ഒരു ദിവസം നേരത്തെ നമ്മളെ തിരിച്ചറിയണം, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. ഈ ശരീരമാണെന്നുള്ള ബോധ്യത്തിൽ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ശരീരത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഏറ്റവും വലുതെന്ന് പറയുന്നത് ശരീരത്തിന്റെ ഷെൽഫ് ലൈഫ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് മാക്സിമം 120 years അതിന്റെ ഒരു 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 ഡേറ്റ് പറയുന്നത്. അത് അത്ര കാലം അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഏറ്റവും വലിയ പരിമിതിയാണ്. പിന്നെ ഈ ശരീരത്തിന്റെ ഒരു പരിമിതി പറയുന്നത്, നമുക്ക് എവിടെ പോകുമ്പോഴും എന്തനുഭവിക്കണമെങ്കിൽ ഈ ശരീരം കൊണ്ട് പോകണം. പിന്നെ ഈ ശരീരത്തിന്റെ ക്ഷീണം, ഈ ശരീരത്തിന് നമ്മൾ ഫീഡ് ചെയ്യണം, ശരീരത്തിന് നമ്മൾ നിലനിർത്തണം. ഇങ്ങനെ ഒരുപാട് പരിമിതിയുണ്ട് ഞാൻ ഈ ശരീരമാണെന്ന് അറിയുമ്പോൾ. അതേസമയത്ത് ഞാൻ ആത്മാവാണെന്ന് അറിയുമ്പോൾ ഈ പരിമിതികളൊക്കെ ഒരാൾക്ക് ഇല്ലാതെയാവും. പരിമിതികളൊക്കെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥ. ഇന്ന് ഏറ്റവും വലിയ പരിമിതി പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരു ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ അലട്ടുന്ന ഈ സഫറിങ്സ്, ഇത് വലിയ അളവിൽ നമ്മൾ ഇല്ലാതാക്കാനും ഈ ഒരു ബോധം നമ്മളെ സഹായിക്കും. മറ്റൊന്ന്, ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് നമുക്ക് എങ്ങനെ ആന്തരിക നിശ്ചലത കൈവരിക്കാൻ സാധിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ആന്തരിക നിശ്ചലത കൈവരിക്കാൻ സാധിക്കും. ആന്തരിക നിശ്ചലത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിലുള്ള മഹത്വത്തെ പ്രകടാക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ മഹാന്മാരെന്ന് പറയും. മഹാന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നവരാരും തന്നെ നമ്മൾ മഹത്വം ഇല്ലാത്തവരും മഹാന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രം മഹത്വമുള്ളവരും അല്ല. നമ്മളിലും മഹത്വമുണ്ട്, മഹാന്മാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളിലും മഹത്വമുണ്ട്. പക്ഷെ ഈ മഹാന്മാര് അല്ലെങ്കിൽ മഹാത്മാ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, അവരിലുള്ള മഹത്വത്തെ പ്രകടമാക്കിയവർ. നമ്മൾ അതേസമയത്ത് ഇപ്പോഴും നമ്മളുള്ള മഹത്വം പ്രകടമാക്കാതിരിക്കുന്നവർ. വൺസ് അത് പ്രകടമാക്കുമ്പോൾ നമ്മൾ മഹാത്മാക്കളാകുക, അല്ലെങ്കിൽ മഹാന്മാരായിട്ട് മാറും. ഇത് പ്രകടമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആന്തരികമായിട്ടുള്ള നിശ്ചലത ആവശ്യം. നമ്മളെ മനസ്സ് വളരെ നിശ്ചലാവുക. പല ചിന്തകൾ കൊണ്ടും പല പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ നമ്മളെ മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമാണ്. ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു തടാകത്തിലെ ജലം പ്രക്ഷുബ്ധമാണെങ്കിൽ അതിന്റെ അടിത്തട്ടിലുള്ള രത്നങ്ങളോ കല്ലുകളോ ഒന്നും തന്നെ ആ തടാകത്തിന് അതിനെ പ്രകടാക്കാൻ പറ്റില്ല. അതേസമയത്ത് ആ തടാകത്തിലെ ജലം വളരെ നിശ്ചലാണെന്നുണ്ടെങ്കിൽ ആ നിശ്ചലമായിട്ടുള്ള ജലം അതിന്റെ അടിത്തട്ടിലുള്ള ഈ രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ അതിനെയൊക്കെ പ്രകടാക്കും. ഇതേപോലെയാണ് ഒരു വ്യക്തിയുടെ മനസ്സ് നിശ്ചലാവുന്ന സമയത്ത് അയാൾക്ക് അയാളുള്ള മഹത്വത്തെ പ്രകടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, പല ആളുകളും ജീവിതത്തിൽ വേണ്ടത്ര അളവില് സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇവരാരും കഴിവില്ലാത്തവരാണെന്നൊരു അർത്ഥമില്ല. നമ്മൾ നോക്കൂ, നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും നമ്മളെക്കാളും എത്രയോ കഴിവ് കുറഞ്ഞ ആൾക്കാര്, അവര് നമ്മളെക്കാളും വലിയ ജീവിത വിജയം കൈവരിച്ച ആൾക്കാരുണ്ട്. അതേ സമയത്ത് നമ്മളെക്കാളും എത്രയോ കഴിവുള്ള ആൾക്കാര് നമ്മളുടെ അത്ര പോലും ജീവിതത്തിൽ വിജയിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയം. നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുള്ള കഴിവിനെ എത്രമാത്രം പ്രകടമാക്കാൻ സാധിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിലുള്ള കഴിവുകളെ നമുക്ക് ഒരാളും ഇല്ല, ഒരു കഴിവില്ലാത്ത ആരുമില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളിലുള്ള കഴിവിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രം പ്രകടാക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന വിജയവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതിനെ ഈ കുറച്ചുകൂടി അളവിൽ നമുക്ക് ഈ ഈ കഴിവൊക്കെ പ്രകടാക്കാൻ സാധിക്കുകയാണെങ്കിലോ നമ്മുടെ ജീവിതം എത്രയോ ഉയരത്തിലേക്ക് എത്തും, എത്രയോ വിജയകരമാവും നമ്മുടെ ജീവിതം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് ആന്തരികമായിട്ടുള്ള നിശ്ചലത. ആന്തരിക നിശ്ചലത വളരെ ആവശ്യമാണ്. ഈ ആന്തരിക നിശ്ചലത നമുക്ക് കൈവരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക. അച്ചീവ് വണ്ണസ് വിത്ത് ദ ഹയർ സോൾ എന്ന് പറയുന്ന ഈ കോഴ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ആന്തരിക നിശ്ചലത കൈവരിക്കാൻ, അതായത് മിനിറ്റുകൾക്കുള്ളിൽ, ഞാനിപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്നാലും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ, നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ആന്തരിക നിശ്ചലത കൈവരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പരിശീലനങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാണ്. അത് വളരെ ലളിതമായിട്ടുള്ള പരിശീലനങ്ങൾ അത് നമുക്ക് ഇതേപോലെ തന്നെ ആ കോഴ്സിൽ തന്നെ, നമ്മൾ 2 ദിവസത്തെ കോഴ്സിൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യും, അത് എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ വൺസ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രക്ഷുബ്ധത വരുന്ന സമയത്ത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ആന്തരിക ശാന്തി കൈവരിക്കാനായിട്ട് സാധിക്കും. മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ ടീച്ചിങ്സ് ഈ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഇനി ഇതേപോലെ നമ്മൾ പറഞ്ഞു, ഈ നമ്മൾ എത്രയോ ഒരു ജീവിതത്തിലെ ഈ ലൈഫിലെ നമ്മുടെ ഓരോ ദിവസങ്ങൾ പോലെയാണ്
യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ജീവിതത്തിലെ ഓരോ ജന്മങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൈഫ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ജീവിതം കഴിഞ്ഞ് നാളത്തെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു ലൈഫ് കഴിഞ്ഞ് അടുത്ത ലൈഫ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നുണ്ട്. ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ശരീരത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ അടുത്ത ലൈഫിൽ നമുക്ക് കിട്ടുന്നത്? ഈ ശരീരത്തിന്റെ ഒരു തുടർച്ച നമുക്ക് എങ്ങനെ അടുത്ത ലൈഫിൽ കിട്ടുന്നത്? അതെങ്ങനെ നമുക്ക് സാധ്യമാവും? ഈ ഈ ലൈഫിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ തുടർച്ചയാണ് അടുത്ത ലൈഫിൽ നമ്മൾ ആർജിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ നേടിയിട്ടുള്ള കഴിവുകളുടെ തുടർച്ചയാണ് അടുത്ത ലൈഫിൽ നമ്മൾ നേടുന്നത്. ഈ ലൈഫിൽ നമ്മൾ എല്ലാം നേട്ടങ്ങളും വിജയങ്ങളും ഇതിന്റെയൊക്കെ തുടർച്ച നമ്മൾ അടുത്ത ലൈഫിൽ നമ്മൾ എന്താ പറയാ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ ശരീരങ്ങളുടെ ഒരു തുടർച്ച ആവശ്യം. പക്ഷെ ഓരോ ലൈഫിലും നമ്മൾ ഈ ശരീരങ്ങൾ ഉപേക്ഷിക്കുന്നു. പിന്നെ എങ്ങനെ ഈ തുടർച്ച സാധ്യമാവുന്നു? അതിന്റെ ടീച്ചിങ്സ്, അതിനിഗൂഢമായിട്ടുള്ള ആ ടീച്ചിങ്സ് ഈ കോഴ്സിൽ റിവീൽ ചെയ്യും. എങ്ങനെയാ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഒരു ശരീരം വിട്ടിട്ട് വീണ്ടും ലൈഫ് എടുക്കുമ്പോൾ നമുക്ക് ഈ ശരീരത്തിന്റെ തുടർച്ച അടുത്ത ശരീരത്തിൽ എങ്ങനെ സാധ്യമാവുന്നു, അതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ് ഇതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഒന്ന് ഇൻഡ്യൂട്ടീവ് ഇന്റലിജൻസിനെ കുറിച്ച്. ഇൻഡ്യൂട്ടീവ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധം വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ത് നമ്മൾ അറിയുമ്പോഴും അവിടെ നമ്മുടെ ശരീരത്തിന്റെ സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ മനസ്സിന്റെ ശരീരത്തിന്റെ ഒന്നും സാന്നിധ്യം കൂടാതെ നമ്മളെ ബോധം, ശുദ്ധമായ ബോധം, ആ ശുദ്ധമായ ബോധം സർവ്വവ്യാപിയായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒമ്നി പ്രസന്റ് ആയിട്ടിരിക്കുന്ന ആ ബോധത്തിന്റെ സാന്നിധ്യത്തില് നമുക്ക് കാര്യങ്ങളെ നമ്മുടെ ശരീരം ഉപയോഗിക്കാതെ, ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ, മനസ്സ് ഉപയോഗിക്കാതെ നമ്മൾ നേരിട്ട് അറിയുന്ന കഴിവാണ് ഇൻഡ്യൂട്ടീവ് ഇന്റലിജൻസ്. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഇൻഡ്യൂട്ടീവ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഇൻഡ്യൂട്ടീവ് ഇന്റലിജൻസിനെ കുറിച്ച് ഈ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കുണ്ടലിനി എനർജി. കുണ്ടലിനി എനർജി പറയുന്നത് ഒരു വലിയ ഫെർട്ടിലൈസർ ആണ്. അത് കുണ്ടലിനി എനർജി നമ്മൾ ഉണർന്നിട്ട് അത് നമ്മുടെ ചക്രകളിലേക്ക് എത്തുമ്പോൾ ഈ ചക്രകളൊക്കെ അത് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്യുക പറയുമ്പോൾ നമ്മളിലുള്ള എല്ലാ ഗുണങ്ങളും അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലതും മോശമായിട്ടുള്ള ഗുണങ്ങൾ അതിൽ വരും. ദുർഗുണം പറയുന്നത് അല്ലെങ്കിൽ നല്ലതും മോശമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സേഫ് ആയിട്ട് നമുക്ക് ഇതിനെ ഉണർത്തണം. സേഫ് ആയിട്ട് ഉണർത്തുക പറഞ്ഞാൽ നമ്മളുള്ള പരമാവധി നമ്മൾ ശുദ്ധീകരണം നടത്തി നമ്മളുള്ള വൈകല്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഗ്രാജുവലി നമ്മൾ ഈ കുണ്ടലിനി എനർജി എങ്ങനെയാണ് സേഫ്ലി അവേക്കൺ ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ പല മതപാരമ്പര്യങ്ങളിലും കുണ്ടലിനി എനർജിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു സമന്വയം ഈ കോഴ്സിൽ പഠിക്കും. മറ്റൊന്ന്, നമ്മൾ പല മതപാരമ്പര്യങ്ങളിലും ഈശ്വരനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും നമ്മളുടെ ഓരോരുത്തരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഈശ്വരനും നമ്മളുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചൊക്കെ പല മതപാരമ്പര്യങ്ങളും നമ്മൾ ഓരോന്ന് എടുത്ത് കാണുമ്പോൾ അത് വ്യത്യസ്ത രീതിയിൽ തോന്നും നമുക്ക്. പക്ഷെ ഇതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ഇതെല്ലാം ഈ ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ, ഈ സത്യം എന്ന് പറയുന്നത് പ്രാപഞ്ചികമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പല ടീച്ചിങ്സിന്റെയും ബാഹ്യമായിട്ടുള്ള ടീച്ചിങ്സ് പഠനങ്ങളെ നമ്മൾ കാണുന്നത്. അച്ചീവ് വണ്ണസ് വിത്ത് ദ ഹയർ സോൾ എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ ഇതിന്റെയൊക്കെ ഇന്നർ ടീച്ചിങ്സ് പഠിക്കും. അപ്പൊ ഈ ഇന്നർ ടീച്ചിങ്സ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കും ഇത് തന്നെ ആ ഇന്നർ ടീച്ചിങ്സ് ആണ് എല്ലാ മതപാരമ്പര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ. അപ്പൊ നമുക്കൊരു വലിയ അളവില് ഒരു ഏകത്വവും അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചിക അവബോധത്തിന്റെ ഒരു കുറച്ചുകൂടെ വികസിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഈ ട്രാൻസ്ഫോമിങ് സെക്ഷൽ യൂണിയൻ ഇൻ ടു സ്പിരിച്വൽ ഇന്റിമസി. സെക്സ് എനർജി അല്ലെങ്കിൽ ലൈംഗിക ഊർജം നമ്മുടെ ആത്മീയ വികാസത്തിന് ഉപയോഗിക്കുന്ന സെക്സ് എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ. ലൈംഗിക ഊർജം നമ്മുടെ ആത്മീയ വികാസത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മാനസിക വികാസത്തിനും വൈകാരിക വികാസത്തിനും ഒക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതെങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ, സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് സാധിക്കാം എന്നുള്ളത്. ദെൻ ബർത്തിങ് ആൻഡ് സ്പിരിച്വൽ ഇലുമിനേഷൻ. നമ്മൾ ബർത്തിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ലിബറേഷനെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ ഡിസ്കസ് ചെയ്യും. ദെൻ മോർ അബൌട്ട് സ്പിരിച്വൽ കോഡ് പറയുന്നത് നമ്മൾ ഈശ്വരനുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷനാണ്. അപ്പൊ ഈ കണക്ഷൻ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുക. ഈ
ഈ കണക്ഷനെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈശ്വരനായുള്ള കണക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളുള്ള ഈ ഈശ്വരീയത നമ്മളുടെ അനുഗ്രഹങ്ങളൊക്കെ വർദ്ധിക്കും. ഇത് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളുള്ള പരിമിതികൾ കുറേശ്ശെയായിട്ട് കുറയാൻ തുടങ്ങും. ഈശ്വരന് അസാധ്യമായത് അല്ലെങ്കിൽ ഈശ്വരന് അസാധ്യമായി യാതൊന്നും ഇല്ല എന്നറിയുമ്പോൾ ഈശ്വരനായിട്ട് വലിയ ആഴത്തില് വലിയ ദൃഢമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാത്മാവിനും ഒരു പരിധി വരെ പല കാര്യങ്ങളും സാധ്യമായിരിക്കും. പൂർണ്ണമായിട്ടും അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ കണക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന് അസാധ്യമായിരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് സ്പിരിച്വൽ കണക്ഷൻ ഇംപ്രൂവ് ചെയ്യാം, ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ലളിതമായ കുറെ പരിശീലനങ്ങൾ അവിടെ പഠിക്കും. മറ്റൊന്ന് മോർ അബൌട്ട് ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മയെ കുറിച്ചും സദ്ഗുണങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഈ കോഴ്സിൽ പഠിപ്പിക്കും. സോ ലോ ഓഫ് കർമ്മ പറയുമ്പോൾ നമ്മൾ പറയും നമ്മളെ ഓരോ ലൈഫും നമ്മളെ ഗവേൺ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഡേ ഇന്നത്തെ ഡേയുടെ ഒരു കണ്ടിന്യൂഷൻ നാളെ, അല്ലെ ഇന്നുള്ളത് കൊണ്ടാണ് നാളെ ഉള്ളത്, അല്ലെ ഇന്ന് ഉണ്ടായത് ഇന്നലെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് തന്നെ ആത്മാവിന്റെ ജീവിതത്തിനെ ഈ കർമ്മയെ നിയന്ത്രിക്കുന്നു. അപ്പൊ എന്താണോ അദ്ദേഹത്തിന്റെ പാസ്റ്റ് കർമ്മ, അതാണ് അദ്ദേഹത്തിന്റെ പ്രസന്റ് കർമ്മ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസന്റ് കർമ്മ എന്താണോ അതാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടി ശരീരമെല്ലാം ആത്മാവാണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത്, ആത്മാവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ ആത്മാവായിട്ട് തന്നെ പ്രകടമാവണം, ആത്മാവായിട്ട് പ്രകടമാവേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആത്മാവിന്റെ ഗുണങ്ങൾ, ഇന്നതൊക്കെയാണ് ആത്മാവിന്റെ ഗുണങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് എനിക്ക് ആത്മാവായിട്ട് പ്രകടമാവാൻ സാധിക്കും, ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കും. ഇതൊക്കെ ഈ കോഴ്സിൽ നമ്മൾ വളരെ ലളിതമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിഷ്യൽ ആണ് ഹീലിംഗ് പവർ. കാരണം നമ്മളുടെ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗിൽ പറയും ഹീലിംഗ് എബിലിറ്റി, സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ബോധമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബോധമാണ്. അപ്പൊ ഒരു ഉയർന്ന ബോധത്തിൽ നമുക്ക് കാര്യങ്ങളെ ഹീലിങ്ങിനെയും മെഡിറ്റേഷനെയും നമ്മൾ ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റും. ഒരു ഉയർന്ന ബോധമുള്ള ഒരാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വളരെ ശ്രേഷ്ഠമായിട്ട് പറയും. പലപ്പോഴും നമ്മൾ പറയും അന്ന് അങ്ങനെ പറ്റിപ്പോയി, എനിക്ക് അന്ന് വേണ്ടത്ര ബോധമില്ലായിരുന്നു. അപ്പൊ ഒരു ഉയർന്ന ബോധത്തിൽ നമുക്ക് നല്ല ഹീലിംഗ് ചെയ്യാൻ സാധിക്കും, ഒരാളുടെ ഹീലിംഗ് പവർ വർദ്ധിക്കും. അതേപോലെ നിങ്ങളുടെ മെഡിറ്റേഷൻസ് ഒക്കെ വളരെ ആഴത്തിലാവും. നമ്മൾ ഈ റിയലൈസേഷനിലേക്ക് നമുക്ക് വരുമ്പോൾ ഈ മെഡിറ്റേഷൻസിൽ ഒക്കെ നമുക്ക് വളരെ ഇൻഡെപ്ത് അനുഭവങ്ങളും ആന്തരിക അനുഭവങ്ങളും ഒക്കെ നേടാൻ ഈ കോഴ്സ് നമ്മളെ സഹായിക്കും. ഇതിന് ആത്മീയമായിട്ടുള്ള സത്യം, സോ സ്പിരിച്വൽ ട്രൂത്ത് നമ്മൾ അറിയും. കാരണം എപ്പോഴും നമ്മളൊരു സത്യം അറിയുന്ന സമയത്ത് അത് നമുക്ക് നൽകുന്ന ആശ്വാസം നിസ്സാരയല്ല. കാരണം എന്തു ആയിക്കൊള്ളട്ടെ, നല്ലതോ ചീത്തയോ എന്നുള്ളതിൽ അപ്പുറത്ത് സത്യത്തിനൊരു പവറുണ്ട്. ആ സത്യം അറിയാ പറയുമ്പോൾ ഇത് പറയും സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ. സത്യം പറഞ്ഞാൽ സത്യം എന്ന് പറയുന്ന ഈശ്വരനാണെന്ന് പറയും. അപ്പൊ ഒരാൾ സത്യത്തെ അറിയുമ്പോൾ അവൻ ഈശ്വരനെ അറിയുന്നത്. അപ്പൊ ഈശ്വരനെ അറിയുന്നവൻ അവൻ ശക്തനാണ്, ഈശ്വരനെ അറിയുന്നവൻ ശക്തനാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആ സ്പിരിച്വൽ ട്രൂത്ത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ റിയലൈസേഷൻ ഞാൻ പറഞ്ഞു, ഗോഡ് റിയലൈസേഷന്റെ ഡിഫറെന്റ് തലങ്ങൾ. ബേസിക് തലത്തിൽ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഞാൻ ആത്മാവാണെന്ന് ബോധ്യപ്പെടുക. പിന്നെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. പിന്നെ ഇന്റലക്ച്വലി ഈ അനുഭവങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മളിലുള്ള ഈശ്വരീയതയും അതേപോലെ മറ്റുള്ള ആളുകളിലുള്ള ഈശ്വരീയതയും ഒക്കെ എന്റെ പ്രതിഫലനങ്ങളാണ് ഞാൻ ചുറ്റിലും കാണുന്നത്, ഞാനല്ലാതെ മറ്റൊന്നുമില്ല. ആ ഞാൻ എന്ന് പറയുന്നത് ഈശ്വരാംശമാണ്. ആ തരത്തിൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കോഴ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻ സോൾ റിയലൈസേഷന്റെ ക്ലാസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ നടത്തുന്ന കോഴ്സുകളെല്ലാം തന്നെ ഓഫ്ലൈൻ കോഴ്സുകളാണ്. ജൂലൈ 11, 12 കോഴിക്കോട് വെച്ച് കോഴ്സ് നടക്കുന്നുണ്ട്. രാജേന്ദ്ര സാറാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ജൂലൈ 24, 25 അഥവാ 25, 26 സാറ്റർഡേ സൺഡേ ആണ്, ലാസ്റ്റ് സാറ്റർഡേ സൺഡേ. യെസ്, 25, 26 കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ കോഴ്സ്. അവിടെ രാജേന്ദ്ര സാർ തന്നെയാണ് ക്ലാസ് ചെയ്യുന്നത്.
ദെൻ ഓഗസ്റ്റ് 1, 2 ശനി ഞായർ കോട്ടയത്ത് വെച്ച് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഈ വരുന്ന ജൂലൈയിലും ഓഗസ്റ്റിലുമായിട്ട് 3 സ്ഥലത്ത് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ കോഴ്സാണ്. ഓൺലൈനിൽ പലപ്പോഴും ഇത് അവൈലബിൾ ആണ്. ഇൻഡ്യൂഷൻ ഹൗ ടു എക്സ്പ്ലെയിൻ ഓഗസ്റ്റ് ലാസ്റ്റിലില്ല. ഓക്കെ, മലയാളത്തിലാണ് ക്ലാസ് ഉണ്ടാവുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. സോ സാറ് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കാറുണ്ട്. നിങ്ങളുടെ പാർട്ടിസിപ്പൻസിന്റെ മെജോറിറ്റി ടേസ്റ്റും അനുസരിച്ച് ആയിരിക്കും. ഓഗസ്റ്റ് ലാസ്റ്റിൽ കേരളത്തിലില്ല. ഈ ഓഗസ്റ്റ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ക്ലാസ് ഓഗസ്റ്റ് 1st വീക്കിൽ കഴിയുന്നതാണ്. ഇൻഡ്യൂഷൻ ഹൗ ടു എക്സ്പാൻഡ് പ്ലീസ് എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് നമുക്ക് ഇൻഡ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക? ഇൻഡ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക പറയുമ്പോൾ നിങ്ങൾ ബേസിക് പ്രാണിക് ഹീലിംഗിലെ പഠിക്കും. നിങ്ങളുടെ ക്രൗൺ ചക്രയാണ് ഇൻഡ്യൂഷന്റെ ചക്ര എന്നുള്ളത്. സോ ക്രൗൺ ചക്ര ഇൻഡ്യൂഷന്റെ ചക്ര മാത്രമല്ല, അത് ബോധവികാസത്തിന്റെ ചക്രയാണ്. ബോധവികാസത്തിന്റെ ചക്രയാണ്. ഇവിടെ നിങ്ങളുടെ സോൾ റിയലൈസേഷന്റെ പഠനങ്ങൾ നിങ്ങളുടെ ബോധവികാസത്തിന്, നിങ്ങളുടെ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്സിന് സഹായിക്കും. അങ്ങനെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന്റെ എക്സ്പാൻഷൻ വരുമ്പോൾ നിങ്ങളുടെ ക്രൗൺ എക്സ്പാൻഡ് ചെയ്യും. സോ ഈ ക്രൗൺ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത്. ഇൻഡ്യൂഷൻ പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും ഉപയോഗിക്കാതെ നേരിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഇൻഡ്യൂഷൻ പറയും. അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയാം. ഡയറക്റ്റ് പെർസെപ്ഷൻ, നേരിട്ട് കാര്യങ്ങൾ അറിയാം. അതിന് നമ്മൾ ബോധം വികസിപ്പിക്കുക തന്നെ വേണം. സോ ഹൗ ടു എങ്ങനെയും ചോദിച്ചാൽ ആ ബോധവികാസത്തിനുള്ള മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിന്റെ കണ്ടന്റ്സ് പറയും. സ്റ്റേ ഫെസിലിറ്റി ഉണ്ടോ കോഴിക്കോട്? ഓക്കെ, നിങ്ങൾ കോഴിക്കോടുള്ള കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ്, ബ്രോഷറിൽ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം. പിന്നെ നിയർ ബൈ ഹോട്ടലിനുള്ള അടുത്തുള്ള സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓൾറെഡി പല വീഡിയോസ് നമ്മൾ എന്താ പറയാ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോസിലൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ പറയാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്. കാരണം അത് ഓൾറെഡി അവൈലബിൾ ആണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ പല ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ടാണ് വേറൊരു രീതിയിൽ ഇന്നത്തെ സെഷൻ എടുക്കാൻ കാരണം. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? മൈക്ക് അൺമ്യൂട്ട്. യെസ്. അതെന്താ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്തോ പറഞ്ഞില്ലേ, അതെന്താ അത്? ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധവികാസത്തിലൂടെ നിങ്ങൾക്ക് ആന്തരിക ലോകത്തിൽ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ, നിങ്ങളുടെ ശരീരം, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഈ ശരീരമായിട്ട് പോകണം. എന്തെങ്കിലും ഒന്ന് വയനാട് പോയിട്ട് വയനാട് കാണണമെന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട് പോകണം. അതേ സമയത്ത് നിങ്ങൾക്ക് ഈ ബോഡി ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം വികസിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുന്നതിനെയാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയും. അതിന് നിങ്ങളെ സഹായിക്കുന്ന മെഡിറ്റേഷൻസ് ഈ കോഴ്സിന്റെ ഭാഗമാണ്. യെസ് മാം. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ പറയുന്നത് നിങ്ങൾ ആസ്ട്രൽ വേൾഡിലേക്കുള്ള ഇത് മാത്രമാണ്. അതേസമയത്ത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെറും ആസ്ട്രൽ വേൾഡിൽ മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല. ഓ സാർ, താങ്ക് യു സാർ. അതിനെ നമുക്ക് അതിന്റെ ഒരു പാർട്ടായിട്ട് പറയാം. ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവലിംഗ് എന്നുള്ളത് വേണമെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ്. അതിൽ സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കും. സർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? യെസ്. സർ, ഈ ആത്മബോധം എന്ന് പറഞ്ഞല്ലോ, അത് പ്രാക്ടീസ് ചെയ്യുമ്പം ആത്മബോധത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ 3D വേൾഡിലേക്ക് പോകുമ്പം കുറച്ച് ഇന്ററാക്ട് ചെയ്യുമ്പം ആ ബോധത്തിൽ നിന്ന് വന്നിട്ട് ശരീരത്തിലേക്ക് വീണ്ടും വരിക.
പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് വരാതെ നമ്മൾ ഈ 3D വേൾഡിൽ മൂവ് ചെയ്യുമ്പോൾ മൈ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ക്യാൻ യു ബി ഇൻ ദ ആത്മ ലെവൽ വൈൽ യു ആർ മൂവിങ് ഇൻ ദ 3D ലെവൽ ഓൾസോ വിത്ത് ഈസ്? അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള വിചാരത്തിൽ നമുക്ക് 24 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ കോഴ്സിന്റെ പ്രത്യേകത പറയുന്നത്, ഈ കോഴ്സിന്റെ കണ്ടന്റും അതിന്റെ പരിശീലനങ്ങളും, ലളിതമായിട്ടുള്ള പരിശീലനങ്ങളും വലിയ അളവിൽ നമുക്ക് നമ്മൾ ഈ പറയുന്ന ഈ 3D വേൾഡ് എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിച്ച വേൾഡിൽ ഇരിക്കുമ്പോഴും നമുക്ക് വലിയ അളവിൽ ആത്മീയ ബോധത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാൻ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന തരത്തിലാണ് ഈ പഠനങ്ങളും പരിശീലനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അതിനെ ഈ ലോകത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ആ ആത്മീയ ബോധത്തിൽ തന്നെ, ഒരു ഉയർന്ന ആത്മീയ ബോധത്തിൽ തന്നെ നിൽക്കാൻ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന തരത്തിലാണ് ഇതിന്റെ പരിശീലനങ്ങളും പഠനങ്ങളും. അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ വലിയ അളവിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ ഈ അച്ചീവ് വണ്ണസ് വിത്ത് ഹയർ സോൾ എന്ന് പറയുന്ന കോഴ്സ് നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു സർ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം അത് നമ്മൾ ആരംഭത്തിലും പറഞ്ഞു, അത് അത്ര ഈസി ഉള്ള കാര്യമല്ല. നമുക്ക് ഇങ്ങനെ പറയാനും ഒക്കെ സാധിക്കും, പക്ഷെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് കുറച്ച് പ്രയാസം തന്നെ. അതെ സർ. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രാക്ടീസസിലൂടെ ശരിയാക്കി എടുക്കുക ചെയ്യുന്നത്. ബട്ട് നെക്സ്റ്റ് ഡേ കുറെ ഫ്ലോയിൽ പോവും. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ 3D ഇന്ററാക്ഷൻ വരുമ്പോൾ വീണ്ടും പോവും. അഗെയിൻ ഐ ഹാവ് ടു ഡു ദ പ്രാക്ടീസ്, ദെൻ അഗെയിൻ ഹാവ് ടു കം ബാക്ക്. ഇതില് നമുക്ക് ഒരു മിനിറ്റ് താഴെ വരുന്ന അഫർമേഷൻസ് ഉണ്ട്. ആ അഫർമേഷൻസിന്റെ എനർജി നമ്മളിപ്പോ ഒരുപാട് സമയം, ഈ എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ആ ഉയർന്ന ബോധത്തിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത്, നമ്മളിലേക്ക് ഈ താഴ്ന്ന ബോധം അട്രാക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള എനർജി വഴിയാണ്. ഇത് അട്രാക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നമ്മളെ ഈ സൂക്ഷ്മ ശരീരങ്ങളെയും മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ച് വെക്കാൻ സാധിക്കുന്ന, നിശ്ചലതയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, ഒരു മിനിറ്റ് താഴെ വരുന്ന പരിശീലനങ്ങളുണ്ട്. നമുക്ക് എത്ര തിരക്കുള്ള ജീവിതത്തിൽ ഒരാൾക്കും കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സ് താഴെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഉയർന്ന ആത്മീയ ബോധത്തിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പരിശീലനങ്ങളാണ്. മിനിറ്റിൽ താഴെ സമയം വരുന്നുള്ളൂ ഓരോ പ്രാക്ടീസും വരുന്നു. അത് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. നമുക്ക് അറിയാൻ പറ്റും എത്രയോ സമയം നമുക്ക് സ്റ്റിൽനെസ്സോട് കൂടിയും ഈ ബോധ്യത്തോടു കൂടിയും ഒക്കെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ എനിക്ക് വലിയ എക്സ്പോഷർ ഇല്ല മറ്റ് സ്കൂളുകളുമായിട്ട്, പക്ഷെ എന്നാലും അത്രയും ലളിതമാണ് ഈ സ്കൂളിലെ ഈ പരിശീലനങ്ങളെല്ലാം തന്നെ. മറ്റുള്ളത് നമ്മൾ ബുദ്ധിമുട്ടാന്ന് പറയുന്നതല്ല, വളരെ എളുപ്പമാണ് ഇവിടെ. വേറെ എന്തോ ചോദിച്ചല്ലോ? സോ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആരാണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളെ തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാറിയിട്ട് ഇനി നമുക്ക് ഇന്റലക്ച്വലി അറിയാം നമ്മളൊക്കെ ആത്മാവാണ്, പക്ഷെ അത് ബോധ്യപ്പെടണം. നിങ്ങൾ ബേസിക് കോഴ്സിൽ പ്രാണ ബോധ്യപ്പെട്ട പോലെ, കയ്യിൽ ഫീൽ ചെയ്ത് പ്രാണ ബോധ്യപ്പെട്ട പോലെ, അല്ലെങ്കിൽ ഓറ കണ്ട് ബോധ്യപ്പെട്ട പോലെ, നമുക്ക് ബേസിക് ഈ സോൾ റിയലൈസേഷന്റെ കോഴ്സിൽ നമുക്ക് സോൾ ആണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എല്ലാവർക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അത് നല്ല ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സ്കൂളിന്റെയും പ്രാണിഹീലി സ്കൂളിന്റെയും ഒരു സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങൾ നോക്കൂ, ബേസിക് കോഴ്സിൽ വന്ന എല്ലാവർക്കും ക്ലെൻസിങ് ചെയ്യാൻ പറ്റും. ബേസിക് കോഴ്സിൽ വന്ന എല്ലാവർക്കും എനർജൈസിങ് ചെയ്യാൻ പറ്റും. ബേസിക് കോഴ്സിൽ വന്ന എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്തതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും പഠിക്കാനും മനസ്സിലാക്കാനും അവരെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ടീച്ചിങ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അഭിമാനത്തോടെ പറയാം, ധൈര്യത്തോടെ പറയാം. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അത് സാധിക്കും. അത് നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. മാസ്റ്റർ ശോഭയുടെ പ്രാണിഹീലി സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഇനി പ്രാണി ഹീലിംഗ് പഠിക്കണം എന്നില്ല ഈ കോഴ്സ് ചെയ്യാൻ. 16 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും പഠിക്കാം. ബേസിക് കോഴ്സ് പോലെ സ്കൂളിലേക്കുള്ള ഒരു എൻട്രി കോഴ്സാണ് അച്ചീവ് വണ്ണസ് വിത്ത് ഹയർ സോൾ എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ഹീലിംഗിലൊന്നും താല്പര്യമില്ലാത്ത
നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ അതേ സമയത്ത് സ്പിരിച്വൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ഇവോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ഓഫർ ചെയ്യാം. പ്രാണിക് ഹീലിംഗ് പഠിക്കണമെന്നില്ല, നേരിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നമസ്തേ. ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ സെഷൻ അവിടെ അവസാനിക്കുന്നു.